സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ദിവസമാണ്. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ വിലപ്രകാരം മിൽമയുടെ മഞ്ഞക്കവർ പാലായ മിൽമ സ്മാർട്ട് ലിറ്ററിന് 50 നിന്ന് 54 രൂപ വില വർദ്ധിക്കും. നീലക്കവറിൽ വരുന്ന പ്രൈമിന്റെ വില 56 നിന്ന് 60ലേക്കും പച്ചക്കവറിൽ വിൽക്കുന്ന കൊഴുപ്പ് കൂടിയ മിൽമ റിച്ചിന് 6 രൂപ കൂടി 64ലേക്കും എത്തും. തൈരിന് കിലോഗ്രാമിന് 10 രൂപ കൂടി. വിവരങ്ങളുമായി സുനിഷ ഏലൂരാണ് ചെയ്തത്. സുനിഷ, അപ്പോൾ പാലുൽപ്പന്നങ്ങൾക്കുമൊക്കെ ഇനി ഇപ്പോൾ നല്ല വില നൽകേണ്ടി വരും. ഈ ക്ഷീര കർഷകരെ സഹായിക്കാനാണ് വില വർധനവെന്നാണ് പറയുന്നത്. ക്ഷീര കർഷകർക്കുമൊപ്പം ക്ഷീര സഹകരണ സംഘങ്ങൾക്കുമൊക്കെ അവർക്കൊക്കെ എത്ര രൂപയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്? പാലുൽപ്പന്നങ്ങൾക്കും ഇനി വില കൂടുമല്ലോ. കീർത്തന, ഷിഹാസെ, ചായ കുടിയൊക്കെ എപ്പോഴുമുള്ള അല്ലെങ്കിൽ അത് ശീലമാക്കിയവർക്ക് സ്വാഭാവികമായും അത് കൂടുമോ എന്നൊരു ടെൻഷനുണ്ട്. പക്ഷേ നിലവിൽ ഏതായാലും അത് കൂടുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. അത് വരുന്ന ദിവസങ്ങളിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഈ പറഞ്ഞതുപോലെ പാലിനും തൈരിനും വില കൂടുന്നു. അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. മിൽമ പാലിന് 4 രൂപ, ഒപ്പം തൈരിന് കിലോയ്ക്ക് 10 രൂപ എന്ന കണക്കിലാണ് ഇപ്പോൾ വില വർധനവ്. അത് എല്ലാ വിപണിയിലും അത് ഇന്നു മുതൽ പ്രാബല്യത്തിലാകുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് ഉണരുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് മിൽമ ബൂത്തുകളിലും ചായക്കടകളിലും ഒക്കെ പോകാമെന്ന് തോന്നുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ പാൽ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങളും ചില ആശങ്കയൊക്കെ ഇങ്ങനെയായിരുന്നു. പാലിനും ചായക്കും ഒക്കെ വില കൂടുമ്പോൾ അത് വലിയ രീതിയിൽ ബാധിക്കുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മിൽമ പറഞ്ഞതുപോലെ ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വില വർധനവ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. 6 രൂപ വരെ കൂട്ടാമെന്നുള്ളൊരു ശുപാർശ നേരത്തെ ഒരു പഠന സമിതി മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് 4 രൂപ കൂട്ടാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് സർക്കാർ അതിന് അംഗീകാരം നൽകുകയും ചെയ്യുന്നത്. ഏതായാലും അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പ്രധാനപ്പെട്ടത് നെയ്യ് അല്ലെങ്കിൽ ഈ പാൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അതിനുശേഷം തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പാല് വാങ്ങുമ്പോൾ പഴയ പാലിന്റെ കവർ തന്നെയാണ് ലഭിക്കുക. അതായത് പഴയ പാൽ കവറിലെ തന്നെയാണ് പാല് ലഭിക്കുക. ആ വില തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ പുതിയ പാലിന്റെ കവറുകൾ എത്തിയിട്ടില്ല അല്ലെങ്കിൽ പഴയ സ്റ്റോക്ക് തീർന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ പാല് പുതിയ വിലയൊക്കെ ഉള്ള കവറിലേക്ക് എത്തുക എന്നുള്ളതാണ് മിൽമ അറിയിക്കുന്നത്. 3 രൂപ 35 പൈസ അത് കർഷകർക്ക് കിട്ടുന്ന രീതിയിലാണ് നിലവിലെ ഈ വില കൂടിയതിന്റെ ക്രമീകരണം എന്നുള്ളതാണ്. 4 രൂപയിൽ 3 രൂപ 35 പൈസ അത് കർഷകർക്ക് കിട്ടും. മറ്റ് കുറച്ച് പൈസ അത് സഹകരണ സംഘത്തിനൊക്കെ നൽകുന്ന രീതിയിലാണ്. ശേഷം 25 പൈസ മാത്രമാണ് മിൽമയ്ക്ക് ലഭിക്കുക എന്നുള്ളതാണ് അന്ന് മിൽമ ചെയർമാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരെ പൂർണ്ണമായും കർഷകർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഈ ഒരു മാറ്റം എന്നുള്ളതാണ് മിൽമ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് വില പ്രാബല്യത്തിൽ വരും. എല്ലാ കടകളിലും ഏതായാലും മിൽമയുടെ വില പഴയ പാക്കറ്റിലായിരിക്കും. പക്ഷേ ആ പാക്കറ്റ് ഈ സ്റ്റോക്ക് തീരുന്നത് വരെ ആ പാക്കറ്റിൽ തന്നെയായിരിക്കും. പക്ഷെ വിലയിൽ ഏതായാലും മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. 4 രൂപ ഏതായാലും കൂടുന്നുണ്ട്. ഒപ്പം തന്നെ 10 രൂപ തൈരിനും കൂടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോന്നിനും ടോൺഡ് മിൽക്ക് 52 നിന്നും 56ലേക്ക് ഉയരുമെന്നുള്ളതാണ്. പ്രൈമിന്റെ വില 56 നിന്നും 60ലേക്ക്, കൊഴുപ്പ് കൂടിയ മിൽമ റിച്ചിന് 6 രൂപ കൂടി 64ലേക്ക് എത്തും. ബോട്ടിൽ ലഭിക്കുന്ന 1 ലിറ്റർ പാലിന് 70 രൂപയായിരുന്നു, അത് 75 രൂപയിലാകും. അങ്ങനെ ഓരോ ഈ നീലക്കവറിലും പച്ചക്കവറിലും ഒക്കെയുള്ള പാലുകളുടെ വിലയിലെ മാറ്റം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാകുമെന്നുള്ളതാണ്. ഏതായാലും ഇന്നു മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വരികയാണ്. ഷിഹാസ്, കീർത്തന.